ഇതെന്താ കൊറേ പഴക്കേറ്റ് ഇതായിട്ടാണ് ഇന്നത്തെ പരിപാടി. ഇതുകൊണ്ട് എന്ത്? ഇതായിട്ട് നമുക്ക് അപ്പസോടൊന്നും ഇടാതെ ഹോട്ടലിൽ നിന്ന് കിട്ടണ അതേപോലത്തെ പതുപതുപ്പുള്ള പഴംപൊരി ഉണ്ടാക്കാനാ. അതെങ്ങനെ? അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത 6 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള മാവ് കലക്കിയെടുക്കാം. ആദ്യം നമുക്ക് 2 കപ്പ് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, നൈസ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ സോഡാപ്പൊടിയോ ദോശമാവോ ചേർക്കുന്നതിന് പകരമാണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തത്. ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ കിട്ടും. ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. 2 നിങ്ങൾക്ക് കിട്ടുന്നത് പഴുത്ത പഴമാണെങ്കിൽ ഞാനിട്ടതുപോലെ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടാൽ മതി. ഇനി പഴുപ്പ് കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് അധികം പഞ്ചസാര ഇടണം. അപ്പോൾ ഈ മധുരം കിട്ടും. ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും പടുന്ന പോലെ മിക്സാക്കാം. ഇനി നമുക്കിതിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊന്നും പറയണില്ല, ഓരോരോ മാവിനും ഓരോരോ രീതിയാണ്. ഞാനിപ്പോൾ ഇതിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ദാ ഈ കട്ടിക്കാണ് വെക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ? നമുക്കിനി ഇത് മൂടിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിൽ ഒരു പഴം എടുത്തിട്ട് 2 സൈഡ് ഇങ്ങനെ മുറിക്കുക. മുറിച്ചിട്ട് തോലൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുക. തോല് കളഞ്ഞ് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. കണ്ടില്ലേ? ഇങ്ങനെ നീളത്തിൽ. ഞാൻ ഒരു പഴം 3 മുറിക്കണത് കേട്ടോ. ഇനി അടുത്ത പഴം അതും ഇതേപോലെ ഇങ്ങനെ 2 സൈഡ് മുറിച്ചിട്ട് ഇങ്ങനെ തോല് കളഞ്ഞ് എടുക്കാം. ഇനി ഇത് മുറിക്കാം. വല്ലാതെ നൈസിൽ മുറിക്കാൻ പാടില്ല. നമ്മൾ മുക്കിയിടുമ്പോൾ പൊടിഞ്ഞു പോകും, മുറിഞ്ഞ് വരും മുക്കിയിടുമ്പോൾ. അതുകൊണ്ട് ഇച്ചിരി കട്ടിയിൽ വേണം മുറിക്കാൻ കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാ പഴവും ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പഴമൊക്കെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ? നമ്മുടെ മാവ് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പാടെ മാവിലൊന്ന് പിടിക്കട്ടെ. ഇപ്പം നമ്മുടെ മാവ് നല്ല കളർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ദാ ഈ പരുവമാണ് കേട്ടോ.
ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി പഴംപൊരി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതേപോലെ ഒരു പഴം എടുത്ത് ഇതേപോലെ മുക്കുക. എല്ലായിടത്തും മാവ് പെടുന്ന രീതിയിൽ മുക്കി ഇതേപോലെ ഇതിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് രണ്ടെണ്ണത്ത് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും ഒട്ടരുത് കേട്ടോ. നമുക്കിനി ഇത് തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി പൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. നമുക്കിനി ഇത് എടുക്കാം. കണ്ടില്ലേ? എന്ത് സൂപ്പറാണ് കാണാൻ തന്നെ. നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ഒലിച്ച് പോട്ടെ. കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേപോലത്തെ പഴംപൊരി കേട്ടോ. ഇനി നമുക്ക് അടുത്തതിട്ട് കൊടുക്കാം. ഇത് പൊന്തി വന്നതിന് ശേഷം അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നോക്കി പൊരിക്കണം. മറിച്ചിടുമ്പോഴൊക്കെ എണ്ണ കയ്യിൽ പെടാതെ ശ്രദ്ധിക്കുക. ഇതേപോലെ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പഴംപൊരി ഉണ്ടാക്കാം. ഒരു കളർ വ്യത്യാസം ഉണ്ടാവില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. നല്ല അടിപൊളി പഴംപൊരിയാവും. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ആയിക്കഴിഞ്ഞ് അത് നമുക്ക് എടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഒലിച്ച് പോയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ അവസാനത്തെ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. അപ്പസോഡയും ദോശമാവും ഇല്ലാത്ത പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നെടുത്ത് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.